പോപ്പീസ് പോലെ പ്രൊഡക്റ്റ് 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഇതേ പ്രൈസിൽ മേടിച്ച് തരാണെങ്കിൽ 1 ലക്ഷം രൂപ ഞാൻ സമ്മാനം തരും. ഈ ഒരു ക്വാളിറ്റി സ്റ്റിച്ചിങ്ങിൻ്റെ പെർ ഇഞ്ചുള്ള ഇത്, അതുപോലെ പോപ്പീസിൻ്റെ എംബ്രോയ്ഡറി, പ്രിൻറ്റിങ്, ഞങ്ങൾ കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്. അത് എൻ്റെ ടീമൊന്നും പറയണ്ട. ഈ ഇൻഡസ്ട്രിയെക്കുറിച്ച് നോളജ് ഉള്ള ഒരാളുകൾക്ക് അത് അതിൻ്റെ പോപ്പീസിൻ്റെ ലേബിൾ കട്ട് ചെയ്യുക, മറ്റേ പ്രൊഡക്റ്റിൻ്റെ ലേബിൾ കട്ട് ചെയ്തിട്ട് അവർ പറയണം പോപ്പീസിനേക്കാളും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് ഈ പ്രൊഡക്റ്റ്. ഇന്ത്യയിൽ നിന്ന് ഞാൻ പറയുന്നത്, ഇന്ത്യയിൽ നിന്ന് പറയുന്നത്. എന്നിട്ട് പ്രൈസും കൂടി കമ്പയർ ചെയ്തിട്ട് ആ ഒരു ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ പരസ്യമായിട്ട് പറയുന്നു 1 ലക്ഷം രൂപ സമ്മാനം തരും. കേരളാസ് ഫസ്റ്റ് ബാംബു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു പറഞ്ഞല്ലോ. ഇനി ശരിക്കും ബേബി ക്ലോത്തിങ്ങിൽ ഈ സസ്റ്റൈനബിൾ ക്ലോത്തിങ് എന്ന് പറയുന്നത് വലിയൊരു ഇമ്പാക്റ്റ്ഫുൾ ആവുന്ന ഒരു കാര്യമായിട്ട് മാറുമോ? അതിൽ പോപ്പീസ് എന്ത് കോൺട്രിബ്യൂഷൻ ആയിരിക്കും ഫ്യൂച്ചറിലേക്ക് ചെയ്യുന്നത്? തീർച്ചയായിട്ടും അത് നമ്മൾ ഇൻ്റർനാഷണൽ ട്രാവൽ ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ മനസ്സിലായത്. സസ്റ്റൈനബിൾ എന്നുള്ളത് ഇന്ന് ഗ്ലോബലി നമ്മൾ ഇപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. നേരത്തെ ഇത് കേരളാസ് ഫസ്റ്റ് ബാംബു പ്രൊഡക്ട്സ് എന്നല്ല പറയേണ്ടത്, ഇന്ത്യാസ് ഫസ്റ്റ് ബാംബു പ്രൊഡക്ട്സ് ആണ് ശരിക്കും. കാരണം ബാക്കി നമ്മൾ ബാംബു തിരുപ്പൂർ ഉണ്ടാക്കുന്നുണ്ട്, ബാംഗ്ലൂർ ഉണ്ടാക്കുന്നുണ്ട്, ഇതെല്ലാം നമ്മൾ എക്സ്പോർട്ട് ചെയ്യാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ എന്താ പറയുക ബ്രാൻഡിൽ നമ്മുടെ മാർക്കറ്റിലേക്ക് ബാംബു പ്രൊഡക്ട്സ് ഇപ്പോൾ ഇതുവരെ ആരും എത്തിച്ചിട്ടില്ല എന്നുണ്ട് എനിക്ക് തോന്നുന്നത്. അപ്പം ഇനിയുള്ള ഫ്യൂച്ചർ ഇപ്പോൾ പോളിഷിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും നമ്മൾ വെയർ ചെയ്യണം. നമ്മൾ തന്നെ ഒരു പോളിഷ്ഡ് ഡ്രസ്സ് വെയർ ചെയ്തിട്ട് നല്ലൊരു സമ്മറിൽ വെയർ ചെയ്ത് നമ്മുടെ അവസ്ഥ എന്താവും? അപ്പോൾ വളരെ സോഫ്റ്റ് സ്കിന്നാണ് കുഞ്ഞ്. പല ബ്രാൻഡും പോളിഷ്ഡ് ആണെന്ന് പറയാതെ എന്താ പറയുക 80% കോട്ടൺ, ഈ 20% എന്താണെന്ന് റിവീൽ ചെയ്യാതുള്ള പല ലേബൽ. ഇന്ത്യയിൽ ഇതൊന്നും ആരും പരിശോധിക്കുന്നില്ല.